ഗൈസ്, അപ്പോൾ ഇന്നലെ ഞാൻ എൻ്റെ ഒരു വെയിറ്റിനെ പറ്റി ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. എനിക്ക് 93 കിലോ ആയെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഒരു രണ്ടുപേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ബ്രോയ്ക്ക് അത്രയും വെയിറ്റ് തോന്നുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. കാര്യം മറ്റൊന്നുമല്ല, ഇതിപ്പം നിങ്ങൾ കാണുന്നില്ലേ, എനിക്ക് 182 സെന്റിമീറ്റർ ഹൈറ്റ് ഉണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒരു തടിയൻ ആ ഒരു സൈസിലേക്ക് ഞാൻ എത്തണമെങ്കിൽ എനിക്കൊരു 110 ആ ഒരു റേഞ്ചിൽ വെയിറ്റ് ചെല്ലണം, അല്ലെങ്കിൽ അതിൽ കൂടുതൽ വേണം. 93 കിലോ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സൈസായി എന്നല്ലാതെ ഭയങ്കര ഒരു തടിയാപ്പു സ്ട്രക്ചറിലേക്ക് ആയിട്ടൊന്നുമില്ല. അല്ലെങ്കിൽ അങ്ങനെ ഒരു തടിയാപ്പു സ്ട്രക്ചറിലേക്ക് ആക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. അതിനെപ്പറ്റി പറയാനാണ് ഞാൻ ഇന്ന് വന്നത്. ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു ചലഞ്ച് വെക്കുകയാണ്. ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമില്ല, 2026 അവസാനമാകുമ്പോൾ, അതായത് 2027 ആകുമ്പോൾ ഞാൻ നല്ലൊരു ബോഡി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ, നല്ലൊരു ബോഡി എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ബോഡി ബിൽഡർ കൈൻഡ് ഓഫ് അല്ല, എനിക്കിപ്പോൾ 93 കിലോ ആയി. അപ്പം ഒരു 83 ആണ് എൻ്റെ ഒരു ഐഡിയൽ വെയിറ്റ്. ആ ഒരു വെയിറ്റ് റേഞ്ചിലേക്ക് എത്തുക. എനിക്ക് ഭയങ്കര ബൾക്കി ആവാനൊന്നും താല്പര്യമില്ല. നല്ലൊരു ഫിസിക്കും അതിൻ്റെ കൂടെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് മാത്രം. അത് ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ പറയുന്ന എന്തൊരു പണിഷ്മെന്റും, അതായത് രസകരമായിട്ടുള്ള പണിഷ്മെന്റ് ആവണം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ വേണമെങ്കിൽ മുടി മുട്ടയടിക്കാം, മീശ അടിച്ച് കളയാം, അങ്ങനത്തെ നിങ്ങൾ പറയുന്ന ഏത് രസകരമായിട്ടുള്ള ഒരു പണിഷ്മെന്റ് നമ്മൾ ഈ കമന്റ് ബോക്സിൽ നിന്ന് സെലക്ട് ചെയ്യും. ഒന്നില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയ, അല്ലെങ്കിൽ ഏറ്റവും രസകരമായിട്ട് എനിക്ക് തോന്നുന്ന ഒരെണ്ണമായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എനിക്ക് തരാനുള്ള പണിഷ്മെന്റ് കമന്റ് ചെയ്യാനുള്ളതാണ്. നല്ല കിടിലം പണിഷ്മെന്റുകൾ കമന്റ് ചെയ്തോ. പിന്നെ ഈ ഒരു ചലഞ്ച് വെച്ചത് മറ്റൊന്നും കൊണ്ടല്ല ഗൈസ്, ഞാൻ 2 വട്ടം ഇത് ചെയ്യാൻ നോക്കിയിട്ട് സത്യം പറഞ്ഞാൽ ഞാനൊരു പോസ് എടുത്ത് അല്ലെങ്കിൽ ഒരു ബ്രേക്ക് എടുത്ത് പോവുക ചെയ്തത്. അപ്പോൾ ഇതാകുമ്പോൾ നിങ്ങളോട് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ചെയ്യാനൊരു വാശി ഉണ്ടാവും. അതേപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിൽ നമ്മൾ ഈസി ആയിട്ട് അത് അച്ചീവ് ചെയ്യും. ഓക്കെ, എടാ എനിക്ക് അച്ചീവ് ചെയ്യണം, നിങ്ങൾ എന്നെ പണിഷ്മെന്റ് ഇരിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കരുത്. ഓക്കെ.